إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാഫിഅ ഇബ്നു ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കണ്ടുമുട്ടുന്നുണ്ട്. അന്ന് നാഫിഅ ഇബ്നു ഹാരിസ് മക്കയിലെ ഗവർണറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ആ സമയത്ത് നാഫിഅ ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു മറ്റൊരു യാത്രയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ താങ്കൾക്ക് പകരമായി മക്കയിൽ നിയന്ത്രണാധികാരം ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? നാഫിഅ ഇബ്നു ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നു അബ്സ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെയാണ്. മൗല മിൻ മവാലീന, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ് ഇബ്നു അബ്സ എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തോടുള്ള ചോദ്യം, മക്കക്കാർക്ക് ഒരു അടിമയെയാണോ നീ നേതാവായി നിശ്ചയിച്ചിട്ടുള്ളത്? ആ സമയത്ത് നാഫിഅ ബിൻ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹം അല്ലാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവനും ആ വിഷയത്തിൽ ഇൽമുള്ളവനുമാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ കൈകാര്യകർത്തം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നേതാവായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീൻ കൊണ്ട്, അല്ലാഹുവിൻ്റെ കലാമ് കൊണ്ട്, അല്ലാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് ചില വ്യക്തിത്വങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം ഒരുപാട് പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. 10 ദശവർഷക്കാലത്തോളം റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന അടിമ വ്യവസ്ഥ ഒറ്റടിക്ക് നിർത്തലാക്കുക എന്നുള്ളത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമയത്ത് പോലും സാധ്യമായിരുന്നില്ല. അടിമകളുടെ പ്രകൃതവും പ്രത്യേകതയും നമുക്കറിയാം. എന്താണോ അവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അതുമാത്രമേ അവർ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. കൽപ്പനകൾ വന്നാൽ മാത്രമേ പ്രവൃത്തികൾ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ. സ്വന്തമായി
സ്വമേധയാ ഒരു കാര്യവും ചെയ്യാനുള്ള കെൽപ്പോ താക്കത്തോ കഴിവോ അടിമകളുടെ ജീവിതം അവരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് അടിമ വ്യവസ്ഥ നിർത്തലാക്കുക എന്നുള്ളത് ഇംപോസിബിളായിരുന്നു, പോസിബിൾ അല്ലാത്ത കാര്യമായിരുന്നു. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിയെ പതിയെയായിരുന്നു അടിമകളുടെ അവകാശങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്, അവർക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത്. എന്നിരുന്നാലും അടിമകൾ എന്നുള്ളത് അവർക്കിടയിലും ഒരു രണ്ടാം ഘടക്കാരായി കണ്ടിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഖുറൈശി പ്രമാണികൾക്ക് അറേബ്യൻ തറവാടിൻ്റെ അത്രയും മഹത്വമുള്ള ഖുറൈശി പ്രമാണികൾക്ക് ഒരു അടിമയെ നേതാവായി നിശ്ചയിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാഫി ബിൻ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച വ്യക്തിയാണ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച വ്യക്തിയാണ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയങ്ങളിൽ അവഗാഹമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിരസ വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാം പഠനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്, പഠനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പഠിക്കേണ്ടത് 7ാം ക്ലാസ് വരെയോ 8ാം ക്ലാസ് വരെയോ 9ാം ക്ലാസ് വരെയോ എന്നൊരു മാനദണ്ഡമേ ഇല്ല. പഠനം എന്നുള്ളത് ഹത്തൽ മമാത്ത്, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. മുൻഗാമികളുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, അയവർക്കുമ്പോൾ, പഠിക്കുമ്പോൾ ലഭിക്കുന്ന ഒട്ടനവധി പാഠങ്ങളുണ്ട്. കിടക്കപ്പായിൽ കിടന്ന് രോഗശയ്യയിൽ മുങ്ങിക്കുളിച്ച് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പുളയുമ്പോൾ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഏതെങ്കിലും മസ്അലകൾ കടന്നു വന്നാൽ അത് എഴുതി വെക്കാനും അത് മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഏറെ ത്വര കാണിച്ച മുൻഗാമികളുടെ ജീവിത ചരിത്രങ്ങൾ അത് പാഠമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമത്തെ ആയത്ത് എന്താ? ഒന്നാമത്തെ വചനം എന്താ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണേ, നീ പഠിക്കണേ എന്നാണ് 7ാം ആകാശത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി ഇറക്കിയ വഹയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീന് ഏറെ പഠിക്കാൻ താല്പര്യം കാണിച്ച ദീനാണ്. അതുകൊണ്ടാണ് അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു അവസാന കാലഘട്ടത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തോളിൽ കൈയിട്ട് മണലാരണ്യത്തിലൂടെ തൻ്റെ കാലുകൾ വലിച്ചിഴച്ച് നടക്കാൻ കഴിയാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ഉരുവിടുന്നത്, എന്നിട്ട് റസൂലുള്ള കൊടുത്ത ഉപദേശത്തിലെ പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു അബൂ ഖുഹാഫ ഖുർആൻ പഠിക്കണം, അബൂ ഖുഹാഫ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ഇറക്കിയ വചനവും പരിചയപ്പെടുത്തുന്നത്. ഇഖ്റ, നീ വായിക്കടോ, നീ പഠിക്കടോ, നീ പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ള അത്തരത്തിലുള്ള വചനങ്ങളും മറ്റുമൊക്കെ റഹ്മാനായ റബ്ബ് ഇറക്കി തരുമ്പോൾ നിരക്ഷരനായ എഴുതാനും വായിക്കാനും അറിയാത്ത പ്രവാചകൻ അവിടെ മുതൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഹ്കാമുകളും ദീനിൻ്റെ അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ കലാമും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയത് ഏതു പ്രായത്തിലാണ് പ്രിയപ്പെട്ടവരെ? 40ാമത്തെ വയസ്സിൽ. നുബൂവത്ത് കിട്ടുന്നത് 40ാമത്തെ വയസ്സിലാണ്. ആ 40ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇത് പഠിച്ചു തുടങ്ങിയതെങ്കിൽ അറിയാത്ത ഭാഷകൾ പഠിക്കാൻ, അറിയാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ജോലിയുടെ ഉന്നമനത്തിന് വേണ്ടി, ജോലിയുടെ കയറ്റത്തിന് വേണ്ടി, ജോലിയിലെ ഒരു പ്രൊമോഷന് വേണ്ടിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ എത്രയെത്ര ക്രാഷ് കോഴ്സുകളും എത്രയെത്ര ഷോർട്ട് ടൈം കോഴ്സുകളും എടുത്തുകൊണ്ട് പഠിച്ച് മനഃപ്പാടമാക്കി ആ വിഷയത്തിൽ ഗ്രാഹ്യതകൾ നേടി ജോലിക്കും മറ്റുമൊക്കെ അപ്ലൈ ചെയ്യുന്നവരും ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോകുന്നവരുമാണല്ലോ. നാളെ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ പോകുമ്പോൾ പടച്ച റബ്ബിന്റെ ദീന് പഠിക്കാൻ, പടച്ച റബ്ബിന്റെ ആദർശം പഠിക്കാൻ, അള്ളാഹുവിന്റെ കലാമ് പഠിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭയാനകമായ അവസ്ഥയെ ഞാനും നിങ്ങളൊന്ന് വിലയിരുത്തണം. അൽഹംദുലില്ലാഹ് ഇപ്പൊ തൗഹീദൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഞാൻ സുന്നത്തിന്റെ ധ്വജവാഹകനായിട്ടാണല്ലോ ഒപ്പുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പൊക്കെ പഠിക്കൊന്നും വേണ്ട എന്നൊരു ചിന്താഗതി പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. അതിപ്പോൾ നാട്ടുകാർക്കുള്ളതല്ലേ, ഓല് കേട്ടോളും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പരിപാടികളുടെ സംഘാടകർ മാത്രമായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പഠിക്കുന്ന വിഷയത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. തെറ്റായ തീരുമാനങ്ങളാണ്, തെറ്റായ പ്രവണതകളാണ്. നാളെ അനശ്വരമായ ശാശ്വതമായ പരലോക ജീവിതത്തിനു വേണ്ടി നാം നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങളടക്കം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തൽ നമ്മുടെ പക്കൽ നിന്നുണ്ടാകണം. ഇന്നും നമുക്ക് ആദർശത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകളോ ആശയക്കുഴപ്പങ്ങളോ വന്നാൽ സംശയിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഫളായിലുകൾ, ശുറൂത്തുകൾ, അർക്കാനുകൾ നമുക്കറിയില്ല. പഠിക്കാൻ നാം ശ്രമിച്ചിട്ടില്ല. പഠിക്കാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അല്ലാഹ് പറഞ്ഞതെന്താ? യർഫഇല്ല, അള്ളാഹു ഉയർത്തുമെന്നുള്ളതാ. ആരെയാണ് ഉയർത്തുക? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിലെ വിശ്വസിച്ചവരെ അള്ളാഹു ഉയർത്തും, അവരുടെ പദവികൾ ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ ദറജാ, അതുപോലെ തന്നെ ഇൽമ നൽകപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ പ്രമാണികളെ BAയും LLBയും MCOമും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിലൂടെ ലഭിക്കുന്ന കോഴ്സുകളും നേടിക്കൊണ്ട് ഈ ഭൂമി ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന കസാരകളിൽ ഇരിക്കുന്നവരെ അള്ളാഹു ഉയർത്തുമെന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെയുടെ പാരത്രിക ലോകത്ത് അവന്റെ ദർജകൾ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. പ്രവാചകനോട് അധികരിപ്പിച്ച് തരാൻ അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കാര്യം, പ്രവാചകനോട് നബിയെ അധികരിച്ച് തരണേ എന്ന് ചോദിച്ച ഒരേ ഒരു കാര്യം ഏതെന്നറിയോ? ഖുർറബ്ബി സിദ്നി ഇൽമാ, നബിയെ താങ്കൾ ചോദിക്കണം. കുൽ, നബിയെ താങ്കൾ പറയണം. എന്താണ് പറയേണ്ടതെന്നറിയോ? റബ്ബി സിദ്നി ഇൽമാ, പടച്ച റബ്ബേ എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചു തരണേ, എൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ എന്ന് നബിയെ താങ്കൾ ചോദിക്കണമെന്ന് പറയുമ്പോ റസൂലുള്ള തന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബാ വഅമലൻ മുതഖബ്ബലാ. പടച്ച റബ്ബേ, നാഫിയായിട്ടുള്ള ഇൽമിനെ ഞാൻ ചോദിക്കുകയാണ്, വറിസ്ഖൻ തയ്യിബാ, നല്ല ഉപജീവനത്തെ ഞാൻ ചോദിക്കുകയാണ്, വഅമലൻ മുതഖബ്ബലാ, സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളെ ഞാൻ ചോദിക്കുകയാണ്. ഇത് മൂന്നും അള്ളാഹിനോട് ചോദിക്കണം. അതിനാണ് മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോഴാണ് പറഞ്ഞത്, അമലൻ മുതഖബ്ബല ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, മറ്റു അമലു സാലിഹാത്തുകൾ റഹ്മാനായ റബ്ബ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താ പ്രിയപ്പെട്ടവരെ? സ്വീകരിച്ചിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താ പ്രിയപ്പെട്ടവരെ? അപ്പൊ അത് പ്രാധാന്യം തന്നെയാണ്. റിസ്ഖൻ തയ്യിബ,
വിശിഷ്ടമായ ഉപജീവനം, അതും ഏറെ പ്രാധാന്യമുള്ളതല്ലേ? എന്നാൽ ഒന്നാമതായി അല്ലാഹ് ചോദിക്കാൻ പറഞ്ഞത് എന്താ? ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. ആ ഉപകാരപ്രദമായ അറിവ് ലഭിച്ചോ അവൻ്റെ റിസ്ഖ് ത്വയ്യിബാകും, അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മുബിത്തിലാത്തുൽ അഅമാൽ, കർമ്മങ്ങളെ പൊളിച്ചു കളയുന്നവ, മുഫ്സിദാത്തുൽ അഅമാൽ, കർമ്മങ്ങളെ നിരർത്ഥകമാക്കി കളയുന്നവ അവൻ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അതിനനുസരിച്ച് അവൻ്റെ കർമ്മങ്ങളുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധ അവൻ പുലർത്തും. അതുകൊണ്ടാണ് ഒന്നാമതായി ഇൽമൻ നാഫിഅ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ ഇത്തരം ഹദീസിനെയും മറ്റുമൊക്കെ വിശദീകരിച്ച് പരിചയപ്പെടുത്തി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവ് പഠിച്ചവർക്കാണ് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടാൻ കഴിയുക എന്ന് പറയുമ്പോൾ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും റഹ്മാനായ റബ്ബ് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ സമ്പത്തിൻ്റെ കോടീശ്വരനാക്കി മാറ്റുമെന്നല്ല, അതേ മതത്തിൽ അവഗാഹം നൽകും. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതെന്താ? പഠിക്കാനുള്ളൊരു താല്പര്യം. അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യുന്നൊരു വേദിയുണ്ട്, സദസ്സുണ്ട്, ഒരു വിജ്ഞാന കേന്ദ്രമുണ്ട്, ഞാനവിടെ പോകും. എന്ത് തിരക്കുകൾ, എന്ത് ദുനിയാവിൻ്റെതായിട്ടുള്ള കെട്ടിക്കുടുക്കുകൾ വന്നാലും ഫഅലം, നീ അറിയണമെന്നല്ലേ, ഇഖ്റ, നീ വായിക്കണമെന്നല്ലേ, പഠിക്കണമെന്നല്ലേ റബ്ബിൻ്റെ കൽപ്പന. ഞാനതിൻ്റെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യം. അതാണ് പ്രിയപ്പെട്ടവരെ, ഇത്തരം ഹദീസുകളും ഇത്തരം ആയത്തുകളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. എന്തേ? അള്ളാൻ്റെ ദീന് പഠിച്ചാൽ മതി, ഖുർആൻ ഒന്ന് എടുത്ത് വായിച്ചാൽ മതി, അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചൊന്ന് ഗ്രഹിച്ചാൽ മതി, കിട്ടുന്നത് സ്വർഗമാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹ്, അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തരുമ്പോൾ, മൻ ഖറജ ഫീ തുലബിൽ ഇൽമ്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുകയാണ്, ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, ഹത്താ ഇർജിഅ, അവൻ ആ മാർഗത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പ്രാധാന്യമുള്ള, ഇത്രയും പ്രത്യേകതയുള്ളൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെല്ലാം തികഞ്ഞു ആ 7ാം ക്ലാസ്സിൽ ആ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഇരിക്കാനുള്ളതല്ല. എന്ത് പുതുതായി പഠിക്കാൻ കിട്ടിയോ അത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി, ഒരു താല്പര്യം, ഒരു ത്വര നമുക്കുണ്ടാകണം. സംഘാടകനാകുന്നതോടൊപ്പം അത് പഠിതാവും കൂടിയായി മാറാൻ പ്രിയപ്പെട്ടവരെ നമ്മളാണ് മുന്നിലുണ്ടാകേണ്ടത് എന്ന. ആരോടും അസൂയ പാടില്ല, അല്ലേ? ആരോടും അസൂയ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, 2 കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല, ആ അത്യാഗ്രഹം, ആഗ്രഹം പാടില്ല. ഒന്നേതാ? റജുലിൻ ആതാഹുല്ലാഹു മാലൻ, ഒരു വ്യക്തിക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് കൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയാണ്. അവനെപ്പോലെ ആകാൻ പഠിച്ചോനെ, അത് നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റജുലിൻ ആതാഹുല്ലാഹുൽ ഹിക്മ, ഒരു വ്യക്തിക്ക് അല്ലാഹു വിജ്ഞാനം നൽകി, അതുപോലെയാകാൻ ആ വ്യക്തി ആ വിജ്ഞാനം കൊണ്ട് പഠിപ്പിക്കുന്നു, ആ വിജ്ഞാനം കൊണ്ട് പല കാര്യങ്ങളും വിധി നടപ്പാക്കുന്നു. അവനെ പോലെയാകാൻ എനിക്കും അതുപോലെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചിന്ത കടന്നു വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനുമാണ്. ഈ 2-ൽ-1 നമ്മൾ ഉൾപ്പെടണം, അത് നിർബന്ധം. 2-ൽ-1, ഒന്നിൽ നമ്മൾ പഠിതാവാവണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാവണം. പഠിപ്പിക്കുമ്പോൾ എന്ത് വേണ്ടി വരും? പഠിതാവും കൂടി ആകേണ്ടി വരും. അതുകൊണ്ട് പഠനത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു ലെവലേശം പോലും ഒരു മടിയോ അലസതയോ അലംഭാവോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.
ഖബറിൽ മുന്തിക്കുമ്പോൾ അടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചവരെ മുന്തിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഉഹദിൻ്റെ രണാങ്കളത്തിൽ ഒരുപാട് സ്വഹാബത്ത് ഷഹീദാകുന്നുണ്ട് അല്ലേ. കാന യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹദിൻ. ഉഹദ് രണാങ്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വ്യക്തികളെയൊക്കെ ഫീ സൗബിൻ വാഹിദിൻ ഒറ്റ കഫം പുടവയിൽ കഫം ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവരിൽ ആരാണ് ഏറ്റവും ഖുർആൻ പഠിച്ചത്? ഖുർആൻ, അവരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ എടുത്തത് ആരാണെന്ന് റസൂലുള്ളാഹി ചോദിക്കും. സ്വഹാബത്ത് അവരിൽ ഏതെങ്കിലും ഒരുവരിലേക്ക് ചൂണ്ടിക്കാണിച്ചാൽ ലഹദിലേക്ക് ആദ്യം ആ വ്യക്തിയെ മുന്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹദ് എന്താ? ചെരിഞ്ഞ ഖബറുകളിലെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഖബറുകളാണ് മറ്റു നാടുകളിൽ. ആ ഖബറിലേക്ക് ആദ്യം അവനെ ആയിരിക്കും മുന്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കാൻ, അറിവ് പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൈവരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി പഠിക്കേണ്ട ഇൽമെന്താ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശത്തെ പഠിപ്പിക്കാനും ഈ വിഷയത്തെ പഠിപ്പിക്കാനുമാണ് സകല പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ഇത് പഠിപ്പിക്കാൻ. നോക്കിയേ, നൂഹ് നബി അലൈഹിസ്സലാമ ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാമെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്താ? ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും. ഏ സമുദായമേ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അതാണ് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമയെ പറഞ്ഞയച്ചില്ലേ? വഇലാ ആദിൻ അഖാഹും ഹൂദാ. ഹൂദ് നബി അലൈഹിസ്സലാമയെ ആദ് സമുദായത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അദ്ദേഹവും ഒന്നാമതായി പറഞ്ഞതെന്താ? ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അതേ സമുദായമേ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ലടോ, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അങ്ങനെ എത്രയെത്ര ആളുകളെ വഇലാ മദിയന, മദിയൻ സമുദായത്തിലേക്ക് അയച്ചത് ശുഐബ് അലൈഹിസ്സലാമയാണ്. ആ ശുഐബ് അലൈഹിസ്സലാമയും പറഞ്ഞത് ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അതേ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, വിളിച്ച് ആരാധിക്കാൻ പാടില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, ദുർമൂർത്തികളെ വെടിയണമെന്ന് പറയാനാണ് എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമയാകട്ടെ, നൂഹ് നബി അലൈഹിസ്സലാമയാകട്ടെ, എല്ലാ പ്രവാചകന്മാരും ആദ്യം കൊടുത്ത വിജ്ഞാനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവരുടെ കാലഘട്ടത്തിലൊന്നും തിന്മകളോ മോശപ്പെട്ട കാര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മ്ലേച്ഛമായ വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് പല പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ താണ്ഡവമാടിയത്. എത്രത്തോളം ഖാത്തമുൻ നബിയ്യ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലടക്കം, ആ കാലഘട്ടത്തിലടക്കം, പ്രവാചകൻ നിയോഗിക്കപ്പെട്ട കാലത്തിലടക്കം നമുക്ക് മക്കയിൽ പോയാൽ കാണാൻ കഴിയും അല്ലേ? പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന സ്ഥലം ഇന്നും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്രയും മോശപ്പെട്ട, അത്രയും മ്ലേച്ഛമായ, ഞാനെങ്ങാനും കൊല്ലപ്പെട്ടാൽ, മരണപ്പെട്ടാൽ മുന്തിരിവള്ളിയുടെ താഴെ എന്നെ മറമാടണം എന്നു പറഞ്ഞിരുന്ന, പെണ്ണിനു വേണ്ടിയും യുദ്ധത്തിന് വേണ്ടിയും കള്ളിനു വേണ്ടിയും ജീവിതം മാറ്റിവെച്ച സമുദായത്തിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോഴും അള്ളാന്റെ റസൂൽ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹനെ മാത്രം ആരാധിക്കണം, പടച്ചവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആ ഇൽമ പഠിക്കാൻ നമ്മൾ നല്ലോണം സമയം കണ്ടെത്തണം.
തൗഹീദുമായി ബന്ധപ്പെട്ട്, പ്രമാണവുമായി ബന്ധപ്പെട്ട്, ആദർശവുമായി ബന്ധപ്പെട്ട് എന്ത് എവിടെ നിന്ന് നമുക്ക് ലഭിച്ചാലും അത് നേടിയെടുക്കണമെന്നൊരു ചിന്ത ഉണ്ടാകണം. ഓലെന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണു, അതിലിപ്പോൾ ഞാൻ ഇടപെടണ്ടെന്നല്ല. പടച്ച റബ്ബിൻ്റെ ദീൻ അത് കൃത്യവും വ്യക്തവും അതിൻ്റെ എല്ലാ നൂലിഴകളും കീറി മുറിച്ചുകൊണ്ട് പഠിച്ചിട്ടേ ഈ ഭൂമി ലോകത്തുനിന്ന് എൻ്റെ അവസാന ശ്വാസം പടച്ച റബ്ബേ ഇല്ലാതാവുകയുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കണമെങ്കിൽ, അത് ഉൾക്കൊള്ളണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണിയപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ എണ്ണിയപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോഴാണ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന ഹദീസ് പ്രാവർത്തികമാവുകയുള്ളൂ എന്നുള്ളതാണ്. ആരുടെയെങ്കിലും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പോയി എന്നുള്ളൊരു ഹദീസ് ഉണ്ടല്ലോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ചൊല്ലിയാലേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയണം, നമ്മുടെ ആശയവും ആദർശവും നമുക്കറിയണം. അതിലൊരു ഉപേക്ഷയും പ്രിയപ്പെട്ടവരെ നമ്മൾ വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനെ യഥാവിധി പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനെ പഠിക്കണം, അത് മനസ്സിലാക്കണം. ഹത്തൽ മമാത്ത്, മരണം വരെയാണ് നമ്മുടെ പഠനം. എല്ലാം തികഞ്ഞോ, എല്ലാം മനസ്സിലായി എന്നൊരു ചിന്ത നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഖുത്ബയുടെ ഒരു രത്നച്ചുരുക്കം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ ഖറഅൽ ഖുർആന വതഅല്ലമ വഅമില ബിഹി ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ. ഖുർആൻ പഠിച്ച, അത് പഠിപ്പിച്ച, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് നാളെ പ്രകാശത്തിൻ്റെ കിരീടം ധരിപ്പിക്കും. ലൗഹു മിസ്ലു ലൗഇ ശംസ്, സൂര്യൻ്റെ പ്രകാശത്തിനോട് കിടപിടിക്കുന്ന അത്രയും പ്രകാശപൂരിതമായിട്ടുള്ള കിരീടമായിരിക്കും അത്. ആ മാതാപിതാക്കളെ ഉടയാടകൾ ധരിപ്പിക്കും. ദുനിയാവിൻ്റെ ഉടയാടകളോടോ ദുനിയാവിൻ്റെ പ്രകാശങ്ങളോടോ താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്രയും പ്രത്യേകത അതിനുണ്ടാകും. ആ മാതാപിതാക്കൾ ചോദിക്കും, പടച്ചോനെ ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ ധരിപ്പിച്ചത്? ഇതിനുള്ള കർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹ് തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, ബി അഹദി വലദിക്കുമൽ ഖുർആന, നിങ്ങളുടെ സന്താനം ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്, നിങ്ങളുടെ സന്താനം ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, മക്കളുടെ പഠന പുരോഗതിക്ക് വേണ്ടി വ്യത്യസ്ത രൂപത്തിലുള്ള കോഴ്സുകളും നമ്മുടെ പോക്കറ്റിൻ്റെ കനമോ നോട്ടുകെട്ടുകളുടെ വലിപ്പമോ നോക്കാതെ ചെലവഴിക്കുന്നവരാണല്ലോ നാം. അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ, ദീനീ ബോധമുള്ളവനാക്കാൻ, ആദർശബോധമുള്ളവനാക്കാൻ, പാരത്രിക ലോകത്തിൻ്റെ ഭയാനകതയും നാളെയുടെ സ്വർഗീയ ആരാമത്തിൻ്റെ സുഖലോലിപതയും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ചിലവഴിച്ചത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, യാ ഗുലാം, ഏ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ചില കാര്യങ്ങളെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാട്ടോ, നീ അത് മനഃപ്പാടമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്താ? ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് മാത്രമാണ് നിന്റെ കാര്യങ്ങൾ ചോദിക്കേണ്ടത്.
നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുകയുള്ളൂ. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലുഖ്മാൻ അലൈഹിസ്സലാമയല്ലേ റജുലുൻ സാലിഹുൻ ആശ ഫീ ബനി ഇസ്രായീൽ, അതേ ബനു ഇസ്രായീലുകൾക്കിടയിൽ ജീവിച്ച മഹാനായ സ്വാലിഹായ വ്യക്തിത്വമല്ലേ ലുഖ്മാൻ അലൈഹിസ്സലാമ. ആ ലുഖ്മാൻ അലൈഹിസ്സലാം പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞെന്താ? യാ ബുനയ്യ, ഏ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ മക്കളെ ചെറുപ്രായത്തിലെ പഠിപ്പിച്ചിരുന്നു എന്ന് പരിചയപ്പെടുത്തി തരുമ്പോൾ, മനസ്സിലാക്കി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ മക്കളും കുടുംബവും ഒന്നടങ്ക് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാൻ തയ്യാറാവണം, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു സുവർണാവസരം നമ്മുടെ അടുത്ത പ്രദേശത്ത് പുതുനഗരം അല്ലേ, ഈ 24-ാം തീയതി പ്രിയപ്പെട്ടവരെ 4 മണി മുതൽ നമ്മുടെ ആദർശത്തെ ഊട്ടി ഉറപ്പിക്കാൻ. കാരണം നമ്മുടെ ഈമാൻ എന്നുള്ളത് അത് കുറയും കൂടും ചെയ്യും. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ വസ്ത്രം നുരിമ്പിച്ചു പോകുന്നത് പോലെ നുരിമ്പിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈമാൻ എന്നുള്ള ഖൽബ് എന്നുള്ളത്, ഹൃദയം എന്നുള്ളത് പാത്രത്തിൽ വെള്ളം വെട്ടി തിളക്കുന്നത് പോലെ മാറി മറിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ മരുഭൂമിയിലെ തരിശു ഭൂമിയിലെ ഒരു ഇല കടന്നുകൊണ്ട് കാറ്റിൻ്റെ വേഗതക്കനുസരിച്ച്, കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് മാറി മറിയുന്നത് പോലെ ഹൃദയം മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി, പടച്ച റബ്ബേ എൻ്റെ ഹൃദയത്തെ ദീനിൽ തന്നെ അടിയുറച്ച് നിർത്തേണമേ എന്ന് നമ്മളടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു തരാനും പ്രിയപ്പെട്ടവരെ നിർബന്ധിതരായെങ്കിൽ ആ ഒരു ഹൃദയം അതിനെ ദീനിൻ്റെ ഹുക്കുമുകൾ മനസ്സിലാക്കി, ആദർശത്തിൻ്റെ സത്യസന്ധത മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചാലകശക്തി മനസ്സിലാക്കി, ഈമാനിൽ ലെവലേശം പോലും സംശയമില്ലാതെ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിലെ അണിമണി തൂക്കം പോലും ശങ്കയില്ലാതെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിനെ ഏറെ ഉപകാരപ്പെടുന്ന, ഏറെ ഗുണകരമാകുന്ന ഒരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് പുതുനഗരത്ത് നമ്മുടെ ആദർശം മനസ്സിലാക്കാൻ മുജാഹിദ് ആദർശ സമ്മേളനം ഈ ഒരു ഞായറാഴ്ച 4 മണിക്ക് പുതുനഗരത്ത് അരങ്ങേറുമ്പോൾ നമ്മുടെ സാന്നിധ്യമാണ്. നമ്മുടെ കുടുംബം ഉണ്ടാകണം, നമ്മൾ ഉണ്ടാകണം. കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടന്ന് സമയം കളയുക എന്നുള്ളതിനപ്പുറം ആ ഒരു കൃത്യമായി പഠിക്കാൻ, നമുക്കെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആദർശത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്ന, ഞാൻ മനസ്സിലാക്കിയ ഇസങ്ങളിലോ എന്തെങ്കിലും ഒരു ശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരം കൂടി പ്രിയപ്പെട്ടവരെ ഉണ്ട്. സംശയങ്ങൾ ഉള്ളിൽ വെച്ച് ശങ്കകളോട് ആശങ്കകളോടെ മാറി നടക്കേണ്ടവരല്ല നാം. എല്ലാം കൃത്യമാക്കി, എല്ലാം വ്യക്തമാക്കി, നാം ഉൾക്കൊള്ളുന്ന ആശയത്തിൽ അണിമണി തൂക്കം പോലും ഒരു സംശയത്തിനും ഇടയില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉപകരിക്കും. ബഹുമാന്യനായ ഫൈസൽ മൗലവി, മുസ സ്വലാഹി, ഹംസ കുട്ടി സലഫി, റഷീദ് കൊടക്കാട്, അഷ്റഫ് അൽ ഹിക്കമി എന്നുള്ള പ്രധാന പണ്ഡിതന്മാരെ ആ ഒരു പ്രോഗ്രാമിൽ നമ്മെ സമ്മതിക്കുമ്പോൾ നമ്മുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനെ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് മുഅ്മിനായി ജീവിതത്തിൽ മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖും മരണപ്പെടുമ്പോൾ മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ. അല്ലാഹ് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ബഹുമാന്യനായ ഖാലിദ് ഹാജിയെ പോലെയുള്ളവർ ഇന്നലെ മരണപ്പെട്ട് ഇന്ന് അദ്ദേഹം ഖബറിലാണ്. ദീനി രംഗത്ത് ഒരുപാട് സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട്, ശാരീരികമായിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ. അല്ലാഹ് അദ്ദേഹം ചെയ്ത നന്മകൾ റബ്ബേ നീ സ്വീകരിക്കണേ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് തന്നെ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി
വേണ്ടി ആളുകളുണ്ട് നാഥ. റബ്ബേ ഷിഫ നൽകണേ. പ്രത്യേകം നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഉമ്മ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് കീമോയിലാണ്. ആ ഉമ്മയുടെ വേദനകൾക്ക് റഹ്മാനായ റബ്ബേ ശമനം നൽകണേ അല്ലാ. പടച്ച റബ്ബേ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾക്ക്, ഞങ്ങളുടെ പ്രായമേറിയവർക്ക് പടച്ച റബ്ബേ രോഗത്തിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ റഹ്മാനായ റബ്ബേ അള്ളാഹുവേ അവരുടെ ഉപജീവനത്തിന് വിശാലത നൽകണേ. അവരുടെ കടവും മറ്റുമൊക്കെ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കാനും പരിഹരിക്കാനുമുള്ള എല്ലാ സഹായവും റഹ്മാനായ റബ്ബേ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഅതിഖ്നാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനാ അൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖീമുസ് സ്വലാഹ്.